നഷ്ടപ്പെട്ടു പോയ വിവാഹ ചിത്രങ്ങൾ പോലും തിരിച്ചു കൊണ്ടുവരാൻ ഈയിടെയായി പലരും പരീക്ഷിച്ചു വരുന്ന സാങ്കേതിക വിദ്യയാണ് AI പ്രോംപ്റ്റ് ഉപയോഗിച്ചുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രത്യേകിച്ച് ടെക്സ്റ്റ് ടു ഇമേജ് സാങ്കേതികവിദ്യ സാധാരണക്കാർക്കിടയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഒരു ഇന്ത്യൻ ദമ്പതികൾ താജ്മഹലിന് മുന്നിൽ അസ്തമയ സൂര്യന്റെ പശ്ചാത്തലത്തിൽ പരമ്പരാഗത വസ്ത്രത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രോംപ്റ്റ് നൽകിയാൽ AI നിമിഷങ്ങൾക്കുള്ളിൽ അതിമനോഹരമായ ഒരു ചിത്രം നിർമ്മിച്ചു നൽകും. മിഡ്ജേർണി, ഡാൽ-ഇ, ഗൂഗിളിന്റെ ജെമിനി പോലുള്ള ജനറേറ്റീവ് AI ടൂളുകൾ ഉപയോഗിച്ച് ഏതൊരാൾക്കും തങ്ങളുടെ ഭാവനയിലുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. എന്നാൽ സൗകര്യപ്രദമായ ഈ ടൂളുകൾ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണികളും ചെറുതല്ല. നമ്മളൊരു ചിത്രം AI ടൂളിന് നൽകിയാൽ ഇനി പറയാൻ പോകുന്ന സ്വകാര്യതാ വെല്ലുവിളികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മിക്ക AI ഇമേജ് ജനറേറ്റീവ് ആപ്ലിക്കേഷനുകളും ഉപയോക്താവ് അപ്ലോഡ് ചെയ്ത ചിത്രങ്ങൾ അവരുടെ AI മോഡലുകളെ പരിശീലിപ്പിക്കാനായി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ നമ്മളുടെ മുഖം അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഭാവിയിൽ നമ്മൾ അറിയാതെ നമ്മുടെ ചിത്രങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരാളുടെ വ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചാൽ അത് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഡീപ് ഫേക്ക് വീഡിയോകളോ ചിത്രങ്ങളോ നിർമ്മിക്കാൻ കഴിയും. കമ്പനികൾ പലപ്പോഴും മൂന്നാം കക്ഷികളെ ആശ്രയിക്കാറുണ്ട്. ഇതുവഴി നിങ്ങളുടെ ചിത്രങ്ങളുടെ ഡേറ്റ നിങ്ങൾ അറിയാത്ത മറ്റ് കമ്പനികളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. AI ടൂളുകൾ നിങ്ങളുടെ ബയോമെട്രിക് ഡേറ്റ ശേഖരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഡേറ്റ ചോർന്നു പോവുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്താൽ ഗുരുതരമായ വ്യക്തിഗത സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാവാം. AIയുടെ അത്ഭുത ലോകം ആസ്വദിക്കുമ്പോഴും ഇതെല്ലാം കണക്കിലെടുത്ത് നമ്മുടെ ഡിജിറ്റൽ അതിരുകൾ എവിടെ ആയിരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്.